ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു പാലട പായസം. അപ്പോൾ ഓണമല്ല, ഒരു പാലട പായസം കുടിക്കാൻ ഏതൊരു കേരളീയരുടെയും ഒരു ആഗ്രഹമല്ലേ. അതിന് ഞാനില്ലേ 2 മിൽമാന്റെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈസ്റ്ററിന്റെ പാലട പായസത്തിന്റെ റെഡിമെയ്ഡാണ്. ഇത് ഒന്നുമില്ല, ചെറിയ പണിയെന്നാ ചേച്ചി പറഞ്ഞത്. നോക്കപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കപ്പം നമുക്ക് പായസം ഉണ്ടാക്കിയാലോ. ഇങ്ങനെ ഒരു ഇത്ര കട്ടിയുള്ള ചട്ടി വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പാല് എല്ലാം കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ചട്ടിക്കാക്കിയിട്ടുണ്ട്. തിളക്കട്ടെ. ഗൈസ്, നമ്മുടെ പാലെല്ലാം തിളച്ചിരുന്നത് നമുക്കിലേക്ക് ഈസ്റ്ററിന്റെ ഫുള്ളിടുന്നില്ല, ഞാൻ പകുതിയാണ് ആക്കുന്നത്. ഇത് ഈ ഒരു പാക്കറ്റ് 2 ലിറ്റർ പാലിന് ഉപയോഗിക്കാനുള്ളത്, പക്ഷെ ഇത് ഞാൻ പകുതി ഇടും. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഇതിട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുക്കണോ? ഓക്കെ, ഇത് ഫുള്ള് മിക്സാണ്. ഇതിലെല്ലാം ഉണ്ട്, നമ്മളെന്ത് ചേർക്കേണ്ടതില്ല, പക്ഷെ ചേർക്കേണ്ട ആൾക്ക് ചേർക്കാം. ഇത് ഇനി ഒരു അരമണിക്കൂർ ഈ ഒരു അടപ്രഥമന്റെ കൂട്ട് വേവാന് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ വെന്തിട്ട് കിട്ടും സെറ്റായിട്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഞാനിതിന്റെ മിക്സിൽ നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനാ, കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് ഒഴിച്ചു കൊടുക്കാം, മതി. ഒരു കട്ടി മധുരം വേണ്ട. ഇതിപ്പോ ഞാൻ നോക്കുമ്പോൾ അത്ര വലിയ മധുരം ഇല്ല. മിൽക്ക് മേഡ് ചേർക്കേണ്ട ആൾ ചേർക്കാം, ഇല്ലാത്ത ആൾക്ക് അതിലുള്ള ഷുഗർ തന്നെ അഡ്ജസ്റ്റ് ആക്കാം. പായസം നല്ല വട്ടി തിളക്കുന്നുണ്ടാവില്ലേക്ക് നമ്മൾ ഈ ബട്ടറിൽ റെഡിയാക്കിയ